എന്തുപറ്റി? അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്ന് സ്റ്റാർട്ട് ആയിക്കാൻ നോക്കട്ടെ. അവരെടുക്ക് നോക്കട്ടെ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. പറ്റിയേ വീഡിയോ എടുക്കാൻ വേണ്ടി ചമ്പക്കുളം പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ഇപ്പം മഴക്കാറും വന്ന് പണി പാളുമെന്ന് തോന്നുന്നു. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. കോപ്പ് പണിപാളി. ഇനി എന്താ പരിപാടി നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. കോപ്പ് നമുക്ക് 2 ദിവസം ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ചമ്പക്കുളം പോകാൻ പ്ലാൻ ചെയ്തത്. നടക്കുന്നില്ല തോന്നുന്നു. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എവിടെ പോകുന്നതെന്ന് പറയുന്നത് ചമ്പക്കുളത്താണ്. അപ്പം ചമ്പക്കുളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചമ്പക്കുളത്തിൽ ജൂലൈ 9 അവിടുത്തെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. സോ ആ ഫെസ്റ്റിവൽ എന്താന്ന് നിങ്ങൾക്കൊന്ന് പറയേ. പിന്നെ ആ ഫെസ്റ്റിവൽ എന്തായാലും നമ്മൾ ഫുൾ വീഡിയോ എന്തായാലും ചെയ്യും. അപ്പം അതിന് മുന്നേ ആ അവിടുത്തെ പരിപാടീസ് എന്താണെന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പം എൻ്റെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടായ ആഷിഖ് ബീരാനാണുള്ളത്. സോ നമുക്ക് ചമ്പക്കുളത്ത് എന്നിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ AC റോഡിൽ കൂടെ ആയിട്ടോ ചമ്പക്കുളത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൈനേരി എത്താറായി. അപ്പോൾ ഈ വഴി പോകുമ്പോഴാണ് കൈനേരി. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഒന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് കാണണേ പ്ലീസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ പൂപ്പള്ളി എത്താറായിട്ട്. അപ്പോൾ പൂപ്പള്ളിയിൽ നിന്ന് ആദ്യം കാണുന്ന റൈറ്റ്. അപ്പോൾ അത് ഒറ്റ വഴിയാണ്. നമ്മൾ നേരെ എത്തുന്ന ചമ്പക്കുളത്തേക്ക്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ആ പോക്ക് നല്ല രസമാണ് കേട്ടോ. 2 സൈഡിലും പാടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പാടമാണ്, കായലല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ ചമ്പക്കുളത്തേക്ക് എത്തി. അപ്പോൾ ചമ്പക്കുളത്ത് ഈ കാണുന്ന വഴിയുണ്ട്. ഇതാണ് ചമ്പക്കുളം പാലത്തേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ അതിലെയല്ല, നമ്മൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു 30 മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഇൻ്റർലോക്ക് ഇട്ട വഴിയുണ്ട്. ആ വഴി നേരെ വരുമ്പോൾ നമുക്ക് ചമ്പക്കുളം ആറ്റിൻ്റെ വാതിക്കലെത്താം. അപ്പം അങ്ങോട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. അപ്പം ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലത്തെ നൊസ്റ്റാൾജി ഓർമ്മപ്പെടുത്തുന്ന കുറേ ബിൽഡിങ്സ്. നല്ല രസമായിട്ട് ഇതിലെ കൂടെ വരാൻ. അങ്ങനെ ഞാനും ആഷിഖ് ബീരാനും കൂടെ ഞങ്ങൾ നേരെ വണ്ടി ഓടിച്ച് പള്ളിയിലെത്താറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും ആഷിക്കും ചമ്പക്കുളത്തെത്തി. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചമ്പക്കുളം വലിയ പള്ളിയുടെ ഫ്രണ്ടിലാണ്. അപ്പം നമ്മൾ ചമ്പക്കുളത്തേക്ക് നിങ്ങൾ ട്രിപ്പിൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളാണെങ്കിലും കുട്ടനാടിലുള്ള ആൾക്കാരാണെങ്കിൽ ആലപ്പുഴയിലുള്ള ആരാണെങ്കിലും ട്രിപ്പിൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ചമ്പക്കുളം വലിയ പള്ളി. അതായത് കല്ലൂർക്കാട് ചമ്പക്കുളം സെൻറ്റ് മേരീസ് ബസിലിക്ക. അത് വലിയ പേരായതുകൊണ്ട് പാടാ പഠിക്കാൻ. സോ ഇത് AD 427 പണിത പള്ളിയാണ്. സോ ഇവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്, ചമ്പക്കുളത്തിലെ ഐഡൻറ്റിറ്റി. നമ്മുടെ കാഴ്ച സിനിമയില്ലേ മമ്മൂക്ക, ആ പടത്തിൻ്റെ ഒരു മെയിൻ ലൊക്കേഷൻ ചമ്പക്കുളമായിരുന്നു. അപ്പം ഈ പള്ളി അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. സോ അപ്പം നമ്മൾ ഒരു സിനിമാക്കാരുടെ ഒരു മെയിൻ ലൊക്കേഷൻ കൂടിയാണ് ഈ ചമ്പക്കുളം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ നൈസായിട്ട് പള്ളിയുടെ അകത്തോട്ട് കയറി കേട്ടോ. അപ്പം പള്ളി കാണാൻ ഭയങ്കര രസമായിട്ടോ. പഴയ കാലത്ത് പണിതുകൊണ്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചമ്പക്കുളം പള്ളിയുടെ ഫ്രണ്ട്. അപ്പം കല്യാണമൊക്കെ നടക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളൊക്കെ ഒരുപാട് കാറ്ററിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഞാനും ആശിക്കൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പം ചമ്പക്കുളം പള്ളിയുടെ വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതൊക്കെയായിരുന്നു. ഒരുപാട് നമ്മുടെ സിനിമാസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ കാഴ്ചയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പടമായിട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യ TV ആ പടം എപ്പോൾ ഇട്ടാലും വൈകിട്ടായിരിക്കും. എനിക്ക് ഒരു ഓർമ്മ ശരിയാണ്, ഒരു 4-4:30 ആ സമയത്ത്, അല്ലെങ്കിൽ ഒരു 3 മണിക്കൊക്കെ ആയിരിക്കണം. അപ്പം 3 മണിക്ക് ആ പടം ഇട്ടിട്ട് അപ്പം നമ്മൾ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാനെങ്കിലും പോകും. അപ്പോൾ പോകുന്ന സമയത്ത് ആ പടം കുറച്ചേ ആകത്തുള്ളൂ. കുറച്ചാകുന്നതിന് മുന്നേ നമ്മൾ അതിൽ ഇമോഷണലി കണക്റ്റ് ആയിട്ട് നമ്മുടെ ആ ദിവസം തന്നെ പോകും. അതായത് ആ പടം കണ്ട് തീരുമ്പോൾ നമുക്കെന്തോ ഭയങ്കര വിഷമമാണ്. മറ്റേ ആ പയ്യൻ ഗുജറാത്തിൽ പോയിട്ട് അവനെന്തോ കിട്ടാത്തൊരു രീതിയിൽ വരത്തില്ല. അതായത് അവൻ തിരിച്ച് നാട്ടിലോട്ട് വരാൻ പറ്റാത്ത, അതായത് കുട്ടനാട്ടിലോട്ട് നമുക്കോടൊപ്പം വിടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ വരാതിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവും. നമ്മൾ ഒരു ദിവസം പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു പടം കണ്ടാൽ മതി. അതായത് ഞാനത് നെഗറ്റീവായിട്ട് പറയല്ല, പോസിറ്റീവായിട്ട് പറയാം. അപ്പം ആ ഒരു ചെറിയൊരു പടത്തിൽ നമ്മുടെ എന്തോരം നമ്മുടെ ഒരു ദിവസത്തിലെ ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പടം ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ പടത്തിൻ്റെ റേഞ്ച് എന്താണെന്ന്. അപ്പം ചമ്പക്കുളം പള്ളിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോകാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. വിശേഷങ്ങൾ മീൻസ് അവിടുത്തെ എന്താ പരിപാടി. പള്ളിയിൽ നിന്ന് ഞാനും ആഷിക്കും കൂടെ വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ ആ കാണുന്ന വഴി കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു പാലമുണ്ട്. അപ്പം അവിടെ വരെ നമ്മുടെ വണ്ടി പോകും. ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നമുക്ക് നോക്കിയിട്ട് വരാം. ചമ്പക്കുളത്ത് വന്നു കഴിഞ്ഞാൽ പള്ളിയുടെ വാതിക്കെ കിടക്കുന്ന റോഡിൽ കൂടെ നമുക്ക് കുറച്ച് നടക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു കുട്ടനാടിൽ കൂടെ ഒരു വോക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിരിക്കും ഇവിടെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ ശല്യപ്പെടുത്താനൊന്നുമില്ല. അവരെല്ലാവരും ഓരോരോ ജോലിയിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പീസ്ഫുള്ളായിട്ട് നടക്കാൻ പറ്റിയൊരു വോക്ക് വേ കേട്ടോ. നമ്മളിതേ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് നടക്കുക. ഉണ്ട് SWTയുടെ ലൈൻ ബോട്ടുണ്ട് ഇതിൽ. അപ്പം നമുക്ക് ബോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ചമ്പക്കുളം വരാം. ചമ്പക്കുളം നിങ്ങൾ ആലപ്പുഴ അല്ലെങ്കിൽ കുട്ടനാട്ടിൽ വരുവാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ചമ്പക്കുളം, മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നടന്ന് ഞാനും ആഷിക്കും
നല്ല ടയേർഡാണ് കേട്ടോ. നടക്കാൻ നോക്കുമ്പോൾ ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 1 കിലോമീറ്റർ കഷ്ടി അതിൽ കൂടുതലുണ്ട് കേട്ടോ. കുറേ നാൾ നടക്കാത്തതുകൊണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പം നമ്മളിതേ ഈ ഒരു പള്ളി കണ്ട, ഈ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇവർ പറഞ്ഞത്. ഞാൻ ഇതുവരെയായിട്ടും സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്നിട്ടില്ല. അപ്പോൾ ഗൂഗിളിൽ നോക്കിയിട്ടും കാണിക്കുന്നില്ല. അപ്പോൾ ഈ റോഡിലൊന്നും ആരും കണ്ടില്ല. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു പള്ളിയുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്നു ചമ്പക്കുളം ഓർശേലം ദേവാലയം, ഓർശലേം ദേവാലയം. അപ്പം അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്ന് ഏകദേശം കിലോമീറ്ററോളം തുഴഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. സോ ഇനി നമുക്ക് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന്, അല്ലെങ്കിൽ അവിടുത്തെ പരിപാടീസ് എന്താണെന്ന് നമുക്ക് ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആലപ്പുഴയിലേക്ക് ഇപ്പോൾ വള്ളംകളി സീസൺ തുടങ്ങാൻ പോകും. അപ്പം മിഥുന മാസത്തിലെ മൂലം ദിനത്തിലാണ് നമ്മുടെ ഇവിടെ ചമ്പക്കുളം വള്ളംകളി തുടങ്ങുന്നത്. അപ്പം ചമ്പക്കുളം വള്ളംകളിയോടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വള്ളംകളിയും നമ്മുടെ ആലപ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ആലപ്പുഴയിൽ ഇപ്പം പുറത്തുനിന്നുള്ള ആൾക്കാരല്ലെങ്കിൽ പുറം ജില്ലക്കാരല്ലെങ്കിൽ പുറത്തുള്ള സംസ്ഥാനത്തുള്ള ആൾക്കാർ ആലപ്പുഴ കാണാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പൊതുവെ വള്ളംകളി സീസണിൽ വരിക. അപ്പം ചമ്പക്കുളം വള്ളംകളിയുടെ വള്ളംകളി സീസൺ അങ്ങ് തുടങ്ങുക. അപ്പം ചമ്പക്കുളം കഴിഞ്ഞിട്ട് അടുത്ത മിഥുനം, കർക്കിടകം, ചിങ്ങത്തിലായിരിക്കും പൊതുവേ വള്ളംകളി. ഇപ്പോൾ പൊതുവേ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ചയാണ്. പക്ഷേ ഈ വർഷം നമ്മൾ നടത്തുന്നത് ഓഗസ്റ്റ് 30-ാം തീയതി. പൊതുവേ നമ്മുടെ വള്ളംകളി പ്ലാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് 2ാമത്തെ ശനിയാഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനമായത്, അതായത് പൊതുവേ പ്രളയത്തിന് ചാൻസ് ഉണ്ടോ, നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മുഴുവൻ വെള്ളം കയറും. അപ്പം അതുകൊണ്ട് കൂടുതലും കുട്ടനാട്ടിലെ ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് അവരുടെ വീടും നാടും ഒക്കെ വിട്ട് ക്യാമ്പിൽ പോയി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. അപ്പം സപ്പോസ് ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഒരു മുൻകരുതലായിട്ടാണ് നമ്മളിപ്പോൾ ഓഗസ്റ്റ് 30-ന് വള്ളംകളി ആക്കിയത്. അപ്പം ഓണത്തിനും കൂടെ ആവുന്നതുകൊണ്ട് രസമായിരിക്കും. ഓണം പ്ലസ് വള്ളംകളി അതൊരു വൈബായിട്ടാണ്. വേണ്ട ചെളിയിൽ പോയതുകൊണ്ട് അവൻ കാല് കഴുകി സെറ്റാക്കിയാണ് ഗൈസ്. അടുത്ത പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ക്ലബിനെ കുറിച്ചാണ്. ആശി, നീ ഏത് ക്ലബിൻ്റെ ഫാനാണ്? പള്ളാത്തുരുത്തി. അപ്പോൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് വെച്ചാൽ ബോട്ട് ക്ലബ്ബുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ബിസിനസ്. അവരാണ് ഏറ്റവും കിടിലൻ ബോട്ട്. അപ്പം അവർ ഈ പ്രാവശ്യം ഇവിടെ തുഴയുന്നത് ചെറുതന വള്ളത്തിലാണ്. നെഹ്റു ട്രോഫിയിൽ മേൽപ്പാടമാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എങ്ങനെയെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ അവരുമായിട്ട് വീഡിയോ ചെയ്യാം. പള്ളാത്തുരുത്തി മാത്രമല്ല, പിന്നെ നമ്മുടെ UBC, VBC, TBC ഉണ്ട്, പുന്നമട ബോട്ട് ക്ലബ്ബ്. അപ്പോൾ ഇവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് വള്ളംകളിക്ക്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ടൈം ബേസ് ആണ്. അതായത് ടോപ്പ് 4, അതായത് ബെസ്റ്റ് 4 ടൈമുള്ള ആരാണോ അവരായിരിക്കും ക്വാളിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു 3 ഗ്രൂപ്പായിട്ട് ഒരു അറ്റ് എ ടൈമിൽ 3 പേര് വെച്ച് മത്സരിച്ചിട്ട് അങ്ങനെ ആ ഗ്രൂപ്പ് വിന്നേഴ്സ് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യും ഫൈനലി. പക്ഷേ നെഹ്റു ട്രോഫിക്ക് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വിൻ ചെയ്തെന്ന് പറഞ്ഞ് ഫൈനലിൽ കളിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ടൈം അനുസരിച്ചാണ് വരുന്നത്. പക്ഷേ ഇവിടെ ടൈമല്ല. ഇവിടെ ഗ്രൂപ്പ് വിന്നേഴ്സ് ഡയറക്റ്റ് ഫൈനൽ കളിക്കും, ബാക്കി എല്ലാവരും ലൂസേഴ്സ് ഫൈനൽ കളിക്കും. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു വൈബ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ, അതായത് കുട്ടനാടിൻ്റെ വൈബ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജൂലൈ 9 നേരെ ചമ്പക്കുളത്തേക്ക് പോകും. പരിപാടി എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി അടുത്ത് പോകുന്നത് ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. അതിലെ ബൈക്ക് പോകാൻ പറ്റും, മറ്റേതിലെ പോകാൻ പറ്റും, അത് കറങ്ങി പോകണം. അപ്പോൾ നമ്മളിനി ഫിനിഷിംഗ് പോയിന്റിൽ പോയിട്ട് എന്താ അവിടുത്തെ പരിപാടി എന്ന് നമുക്ക് നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് എത്തി കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. നമുക്ക് ജൂലൈ 9 ഇതിൻ്റെ ഇവിടുത്തെ എന്താ പരിപാടീസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. അപ്പം അവിടെ നിന്ന് ഏകദേശം ഒരു 1-200-1-300 കിലോമീറ്റർ ഉണ്ട്. അതായത് 1 കിലോമീറ്റർ 300 മീറ്റർ. അപ്പം അത്രയും ദൂരം ഇവർ തുഴഞ്ഞാൽ മാത്രമേ ഇവർക്ക് ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ രാജപ്രമുഖൻ ട്രോഫിയായിട്ട് അവരുടെ നാട്ടിലോട്ട്, അവരുടെ കരയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും പറയുന്നത് ചമ്പക്കുളം എന്നാണ് പറയുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമ്മൾ പറയുന്നത് ചമ്പക്കുളത്തേക്കാണ് പോകുന്നത്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് നടുഭാഗമാണ്. നടുഭാഗം എന്ന് പറഞ്ഞാൽ കരയാണ്. ആ കാണുന്ന കരയാണ് ചമ്പക്കുളം. ഈ 2 കരക്കാർക്ക് തമ്മിൽ ഒരു ചെറിയൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ നടപ്പുണ്ട്. അതെല്ലാ ചമ്പക്കുളം വള്ളംകളിക്കും കാണാം. അപ്പം ഈ കര, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന കട നടുഭാഗത്താണ്. അപ്പോൾ നടുഭാഗ കരയെന്നൊരു വള്ളമുണ്ട്, നടുഭാഗം ചുണ്ടൻ. അപ്പം ഈ നടുഭാഗം ചുണ്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ട്, അതായത് നമ്മുടെ നെഹ്റു ട്രോഫിയുടെ തുടക്കത്തിൽ ആദ്യത്തെ വള്ളംകളി ഈ സമയത്ത് 1ാം സമ്മാനം നെഹ്റു ട്രോഫി നേടിയ നടുഭാഗം ചുണ്ടനാണ്. അപ്പോൾ നടുഭാഗം ചുണ്ടനിലാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് വള്ളത്തിൽ കയറുകയും അതിൻ്റെ ഒരു ആവേശത്തിലാണ് അദ്ദേഹം നമുക്ക് വള്ളംകളി, അതായത് ഒരു വെള്ളിക്കപ്പ് നമുക്ക് അയച്ചു തന്നത്. അന്ന് അദ്ദേഹം കയറിയ വള്ളമാണ് നടുഭാഗം. നടുഭാഗം അത്രയ്ക്കൊരു ഫേമസ് ആയിട്ടൊരു വള്ളമാണ് നടുഭാഗം. എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിൽ കേരളത്തിലുള്ള ഏറ്റവും നല്ല ചുണ്ടൻ വള്ളങ്ങളിൽ ഒന്നാണ് നടുഭാഗം.
നടുഭാഗം ഫാസ്റ്റിൽ നടുഭാഗം വള്ളങ്ങൾ സീനാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ CBL, കഴിഞ്ഞ വർഷമല്ല 2019 CBL നോക്കിക്കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ജയിച്ച ഏക വള്ളം നടുഭാഗം വള്ളമാണ്. നടുഭാഗം വള്ളം കൊണ്ട് മാത്രമല്ല, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന അതിശക്തമായ ടീം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗൈസ്. ഈ കരയിൽ നടുഭാഗം വള്ളമാണെങ്കിൽ അപ്പുറത്തും ഉണ്ട് വേറൊരു വള്ളം, അതാണ് ചമ്പക്കുളം വള്ളം. അപ്പം ഇവർ തമ്മിലൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ എല്ലാ വർഷവും കാണും. അതായത് ഇപ്പം നമ്മൾ നെഹ്റു ട്രോഫി പോയാലും വേറെ ഏത് കളിക്ക് പോയാലും ഇവർ തമ്മിൽ എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഇവർ അപ്പുറം ഇപ്പുറം കരക്കാരാണ്, എപ്പോഴും ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ എപ്പോഴും കാണും കേട്ടോ. ഇതൊക്കെയാണ് ചമ്പക്കുളത്തെ വിശേഷങ്ങൾ. അപ്പം ഇപ്പം ഞാൻ നിൽക്കുന്ന നടുഭാഗത്താണ്. അപ്പോൾ ഇനി ഞാൻ നേരെ അവിടുത്തെ ഒരു ഈ കാണുന്ന പാലം കണ്ട, ഈ കാണുന്ന പാലം കയറി ഞാൻ നടുഭാഗത്തുനിന്ന് നേരെ പോകുന്നതൊക്കെയാണ്. അപ്പം നമുക്ക് ചമ്പക്കുളത്ത് നിന്നിട്ട് അവിടുത്തെ എന്താ പരിപാടി, അവിടെ ഒരു ബജ്ജിക്കടയുണ്ട്, അവിടുത്തെ ബജ്ജി സൂപ്പറാണ്. അപ്പം നമുക്ക് അവിടെ പോയി ബജ്ജിയും കഴിച്ചിട്ട് നമുക്കിവിടുത്തെ പിരിയാം. അപ്പം പിന്നെ നമ്മളിനി വരുന്നത് ജൂലൈ 9 രാജപ്രമുഖൻ ട്രോഫി, അതായത് ചമ്പക്കുളം മൂലം വള്ളംകളിക്കായിരിക്കും ഗൈസ് ഇനി വരുന്നത്. ഞാൻ മാത്രമല്ല, ആഷിഖ് ഹായ് പറയൂ. ഹായ്, ആഷിഖും കാണും. അപ്പം വള്ളംകളിക്ക് ഞാനും ആഷിഖുമായിരിക്കും നിങ്ങളൊപ്പം എപ്പോഴും കാണുന്നത്. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ ദേ ചമ്പക്കുളം പാലം കയറാൻ പോകണം കേട്ടോ. പാലം കയറി നമ്മൾ കയറി ഇറങ്ങി നമ്മൾ എത്തുന്നത് ചമ്പക്കുളം കരയിലേക്കാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നടുഭാഗം കരയിലാണ്. അപ്പം നമ്മൾ ഈ പാലം കയറിയാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചമ്പക്കുളം കരയിലേക്കാണ്. ഗൈസ് നമ്മൾ നേരത്തെ പോയ ചമ്പക്കുളം വലിയ പള്ളിയാണ്. അതൊക്കെ ഈ പാലത്തിന് മേളിൽ നമുക്ക് നല്ല വ്യൂവിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചമ്പക്കുളം മൂലവള്ളംകളി അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. നമ്മൾ ചമ്പക്കുളം പാലത്തിൻ്റെ മേളിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് പോയിന്റ് ഒരേപോലെ കാണാം. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ആരാ വള്ളം ജയിച്ചതൊന്നും അറിയാൻ പറ്റത്തില്ല. ആൾക്കാർ പറയുന്ന പോലെ ഇരിക്കും. ഇവിടെ നമുക്ക് അറിയുമ്പോൾ കറക്റ്റ് സമയത്ത് ഇപ്പം ഒരു ടൈറ്റ് അല്ലെങ്കിൽ ടൈറ്റ് കോമ്പറ്റീഷനാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഫോട്ടോ ഫിനിഷൊക്കെ വരുവാണെങ്കിൽ ആരാ ജയിച്ചതെന്ന് നമുക്ക് ഇവിടെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഒരു സ്പോട്ട് നോക്കി വെച്ചോ, ഇവിടെ നിൽക്കുക. ഞാൻ നേരത്തെ കാണിച്ച ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ഫിനിഷിംഗ് പോയിന്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് കാണാൻ പറ്റും. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഏക പ്രശ്നം. സ്റ്റാർട്ടിംഗ് പോയിന്റ് കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റ് കാണാൻ പറ്റത്തില്ല, ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഗൈസ്, ചമ്പക്കുളം പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന റൈറ്റ് അവിടെ ഒരു ബജ്ജിക്കടയുണ്ട്. ആ ബജ്ജിക്കടയിൽ പോയി നമുക്ക് ബജ്ജി. ഇതാണ് ഞാൻ പറഞ്ഞ ബജ്ജിക്കട. ഇവിടെ നമുക്ക് കുറച്ച് എനർജി ലോസ് ആണ്, അപ്പം എനർജി ഒന്ന് ബൂസ്റ്റ് ആക്കിയിട്ടാണ്. അപ്പോൾ ഗൈസ് എത്തിയ ഉടനെ നമ്മളിതേ മുളക് ബജ്ജി കടയിലേക്ക് പോയി. അപ്പോൾ അതേ അവിടെ മുളക് ബജ്ജി അല്ല ഉള്ളിവട അണ്ണൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അണ്ണൻ പറഞ്ഞു, മോനെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാ ഓക്കെ എടുക്കില്ല. അപ്പം നമ്മൾ നേരെ ഉള്ളിവട. അപ്പോൾ അതേ അണ്ണനോട് മുളക് ബജ്ജി പറഞ്ഞു. അപ്പോൾ അണ്ണൻ നമുക്ക് ഒരെണ്ണം എന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അണ്ണാ ഒരെണ്ണം അല്ല, എനിക്ക് ഒരെണ്ണം കൂടെ വേണം, ഞങ്ങൾ 2 പേരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ മുളക് ബജ്ജി വാങ്ങിച്ചത്. മുളക് ബജ്ജി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചോട്ടെ, എൻ്റെ റിവ്യൂ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് ബജ്ജി കഴിച്ച ഉടനെ ഞാനും ആഷിക്കും കൂടെ നേരെ നമ്മുടെ ആ വഴി കൂടെ ആദ്യം കാണുന്ന റൈറ്റ്, അവിടെ നിന്ന് ലെഫ്റ്റ്. അപ്പം അവിടെ നിന്ന് ചെല്ലുമ്പോൾ നമുക്കൊരു ബോട്ട് ജെട്ടിയിലേക്ക് എത്തും. ആ ബോട്ട് ജെട്ടിയുടെ പേരാണ് ചമ്പക്കുളം ബോട്ട് ജെട്ടി എന്നാണ് ഈ ചേച്ചീനോട് പറഞ്ഞ കേട്ടാ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചമ്പക്കുളം കരയിലാണ്. കണ്ണാടി വെച്ച് കഴിഞ്ഞ് കൊടുക്കുന്ന കോൺഫിഡൻസ് ആയിട്ടാണ് കണ്ണാടി വെച്ചത്. ഓക്കെ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചമ്പക്കുളം കരയിലാണ്. അപ്പോൾ ആശു ഉണ്ട്. അപ്പം ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ചമ്പക്കുളം മൂലം വള്ളംകളി കാണാൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വള്ളംകളി നല്ല സ്മൂത്തായിട്ട് കാണാൻ പറ്റിയ മറ്റൊരു സ്പോട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ചമ്പക്കുളം കരയിലുള്ള ഒരു ബോട്ട് ജെട്ടിയാണ്. അപ്പം ഈ ബോട്ട് ജെട്ടി എന്നാലും നമുക്ക് നൈസായിട്ട് കാണാൻ പറ്റും. അത് നടുഭാഗം കരയാണ്. ആ നടുഭാഗത്തിലെ ഈ ബോട്ട് ജെട്ടി ഇരുന്നാലും നൈസായിട്ട് കാണാൻ പറ്റും. ഇത് ഞാൻ പുറത്തുനിന്ന് വരുന്നുള്ള ആൾക്കാരോട് മാത്രം പറയുന്നൊരു സജഷനായിട്ടാണ്. ഇവിടെയുള്ള ആൾക്കാർ പൊതുവേ ഒന്നെങ്കിൽ വെള്ളത്തിൽ ചാടും, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വെള്ളം കാണും. അപ്പം നമുക്ക് പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് നമുക്കൊരിക്കലും വെള്ളവും കിട്ടണമെന്നും അല്ലെങ്കിൽ നീന്താൻ അറിയാത്തവരാണെങ്കിൽ പറ്റണമെന്നില്ല. നീന്താൻ അറിയാത്തവരാണെന്നുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ. അപ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് എന്നുള്ളത് ഒന്നെങ്കിൽ ഫിനിഷിംഗ് പോയിന്റ് പോവുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചമ്പക്കുളം പാലത്തിൻ്റെ മേളിൽ ഈ ബോട്ട് ജെട്ടി, അതായത് ചമ്പക്കുളം കരയിൽ ഈ ബോട്ട് ജെട്ടി, അല്ലെങ്കിൽ നടുഭാഗത്തിലെ ആ ബോട്ട് ജെട്ടി. അപ്പം ഈ ഒരു സ്പോട്ട് നിങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ, അതായത് ഉച്ചയ്ക്ക് 2:30 ആയിരിക്കും വള്ളംകളി. അപ്പം അതിന് മുന്നേ നിങ്ങൾ നേരത്തെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോട്ട് വന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് നിൽക്കാൻ പറ്റും. അപ്പം നമുക്ക് നൈസായിട്ട് വള്ളംകളി കണ്ടിട്ട് ഇവിടുത്തെ വൈബ് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ബൈ, ഗുഡ് ബൈ, കഥം, ടാറ്റ.